കലോത്സവ വേദിക്ക് സമീപം ആർഎസ്എസും പോലീസും തമ്മിൽ സംഘർഷം. വിവരങ്ങളുമായി കുട്ടൻ ചേർന്നുണ്ട്. കുട്ടൻ, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? എങ്ങനെയാണ് വിവരങ്ങൾ? സ്വാമിയുടെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട ബി.ജെ.പി പ്രവർത്തകരെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കലോത്സവ നഗരി ഉൾപ്പെടെയുള്ള പ്രദേശത്തൂടെ കടന്നുപോകണമെന്നാണ് ബി.ജെ.പി പ്രവർത്തകരുടെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം പോലീസ് നിരാകരിച്ചു. മറ്റു വഴിയിലൂടെ പോകാനുള്ള അത്തരം വഴികളുള്ളപ്പോൾ ഈ കലോത്സവ നഗരി വഴി തന്നെ പോകണമെന്നുള്ള നിർബന്ധം പാടില്ല എന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. ഈ സമയത്ത് ബി.ജെ.പി നേതാക്കൾ മൃതദേഹം ഈ റോഡിൽ വെച്ച് ഇവിടെ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. പോലീസും കനത്ത പോലീസ് സന്നാഹവും ഇവിടെ ഉണ്ട്. പ്രവർത്തകരും പോലീസും മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു സംഘർഷാവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. സൗമ്യ, കുട്ടൻ, നേരത്തെ തന്നെ യൂത്ത് ഫെസ്റ്റിവൽ അലങ്കോലപ്പെടുത്താനുള്ള ഒരു മനഃപൂർവ്വമായ ശ്രമം ബി.ജെ.പി നടത്തുന്നു എന്നൊരു ആരോപണം പി ജയരാജൻ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. ആ വിധത്തിലാണോ ഇപ്പോൾ കാര്യങ്ങൾ? നേരത്തെ യൂത്ത് ഫെസ്റ്റിവലിനെ ഈ ഹർത്താലിൽ നിന്നൊക്കെ ഒഴിവാക്കി നിർത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആ ഒരു വാക്ക് തെറ്റിക്കുന്ന രീതിയിലാണോ ഇപ്പോൾ കാര്യങ്ങൾ? രാവിലെ മുതൽ തന്നെ യുവജനോത്സവ വേദിക്ക് സമീപം മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ബി.ജെ.പിയുടെയും ആർ.എസ്.എസിന്റെയും പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായി രാവിലെ ഏറ്റുമുട്ടലും കല്ലേറും അതുപോലെ തന്നെ കണ്ണീർവാതക ഷെൽ പ്രയോഗവും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ആ സമയത്ത് പിരിഞ്ഞുപോയ പ്രവർത്തകർ ഈ പരിസര പ്രദേശങ്ങളിൽ പലതരത്തിലുള്ള ആക്രമണ സംഭവങ്ങളും നടത്തി. അതിനുശേഷം അല്പസമയം മുമ്പാണ് പെരിയാറത്ത് നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബി.ജെ.പി പ്രവർത്തന മൃതദേഹം കണ്ണൂർ നഗരത്തിലേക്ക് എത്തിച്ചത്. തലശ്ശേരിയിലേക്കാണ് പോകേണ്ടതെങ്കിലും ഇത് വഴി തെറ്റിച്ചുകൊണ്ട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഇതുവഴിയല്ല യഥാർത്ഥത്തിൽ തലശ്ശേരിയിലേക്ക് പോകേണ്ടത്. എന്നാൽ കൃത്യമായി ഇതുവഴി തന്നെ പോകണമെന്നും ഇവിടെ യുവജനോത്സവ വേദിക്ക് സമീപത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന തരത്തിലാണ് ഇപ്പോൾ ബി.ജെ.പി പ്രവർത്തകരുടെ ഒരു നിലപാട്. ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത്. ഇവിടെ ഇപ്പോൾ യുവജനോത്സവ പ്രധാന വേദിയായ നിലയുടെ ഒരു 200 അല്ലെങ്കിൽ 300 മീറ്റർ മാറിയാണ് ഇപ്പോൾ ഈ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത്. സൗമ്യ, ഒരു ഭിന്നിതമായ അവസ്ഥ അവിടെ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമുണ്ടോ? പ്രത്യേകിച്ച് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാന വേദിയുടെ സമീപത്താണ് ഈ പ്രശ്നം ഉള്ളത്. അതുകൊണ്ട് തന്നെ മത്സരങ്ങൾ തടസ്സപ്പെടുത്താത്ത രീതിയിലേക്ക് കാര്യങ്ങൾ സുരക്ഷിതമാക്കാനുള്ള ആവശ്യമെണ്ണം പോലീസൊക്കെ ഉണ്ടോ? വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. ഒരു കാരണവശാലും ഇതുവഴി കടത്തിവിടില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുള്ളത്. ബി.ജെ.പി നേതാക്കളും പോലീസും സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ ബി.ജെ.പി പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ ഉന്തും തള്ളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. സൗമ്യ, കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. യുവജനോത്സവ വേദിക്ക് മുന്നിൽ ആർഎസ്എസും പോലീസുകാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഒരു സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ യൂത്ത് ഫെസ്റ്റിവലിനെ ഈ ഹർത്താലിൽ നിന്നും ഒഴിവാക്കി നിർത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും യൂത്ത് ഫെസ്റ്റിവലിന് വരുന്ന കാണികളെ പോലും അവരുടെ വാഹനം തടയുന്ന രീതിയിൽ യൂത്ത് ഫെസ്റ്റിവൽ അലങ്കോലപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ ഇന്നത്തെ ഹർത്താലിന്റെ സ്വഭാവം മാറിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രധാന വേദിയായ നിലയ്ക്ക് സമീപത്ത് ഇങ്ങനെയൊരു പ്രതിഷേധം കൂടി നടക്കുന്നത്.